ചൂരൽമല ദുരന്തം മലയാളികളെ ഒന്നാകെ ഉലച്ച ഒരു മഹാദുരന്തമാണ്. അതിൽ നിന്ന് ഈ നാട് കരകയറുകയാണ്. ഇന്നിപ്പോൾ 178 കുടുംബങ്ങൾക്ക് അവരുടെ സ്വപ്നഭവനം ലഭിക്കുകയാണ്. ഇതിന് പിന്നിൽ മലയാളികളുടെ എല്ലാ പ്രതീക്ഷകളും നെഞ്ചേറ്റി ഈ ഒരു ദൗത്യത്തിന് മുന്നിൽ നിൽക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. അവരാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണെന്ന് പറയാലോ. ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച ഗുണനിലവാരത്തിലൊരു ടൗൺഷിപ്പാണ്. ഒരു കേവലം വീടുകളിലല്ലോ. എങ്ങനെയാണ് ഇതിൻ്റെ വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നത്? ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് മിനിമം ടൈമാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇതിൽ ക്ലൈമറ്റും കൂടെ കൺസിഡർ ചെയ്ത് പിന്നെ നമ്മളെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ഡ്രീം പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഉള്ള സമയം കൊണ്ട് മാക്സിമം വർക്ക് നമ്മുടെ ലേബേഴ്സിൻ്റെ ഇഷ്യൂ എല്ലാം കാരണം ഒത്തിരി ചലഞ്ചസ് ഇതിൽ ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇത് ആദ്യമായിട്ടല്ല ഒരാളുകൾ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്തതാവുന്നത്. പക്ഷേ ഇത് മറ്റുള്ള പ്രൊജക്റ്റിനെയൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഹൃദയം കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റായിരുന്നല്ലോ. കാരണം മുറിഞ്ഞു പോയ ഒരു നാടിനെ ഒന്നാക്കി ചേർക്കുന്ന വലിയൊരു ദൗത്യമായിരുന്നില്ലേ? പിന്നെ അതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നമ്മുടെ കയ്യിൽ ഏകദേശം 900-ന് മേളിൽ പ്രോജക്ട്സ് ഉണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഏറ്റവും വ്യത്യസ്തമായ ഒരു ഈ പറഞ്ഞ കണക്ക് അഫക്റ്റഡ് ഫാമിലീസിന് ഗവൺമെൻറ് ചെയ്യുന്ന സഹായത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ നമുക്ക് ഈ പ്രോജക്റ്റ് കിട്ടിയതിൽ തന്നെ അത് ഇതുവരെ എത്തിച്ചതിലും നമ്മുടെ ടീം വർക്കാണ്. ഇതിൽ ഇൻഡിവിജ്വലായിട്ടൊന്നുമില്ല. സൊസൈറ്റിയുടെ താഴെ തൊട്ടിലുള്ള മേളിലുള്ളവരുടെ എല്ലാവരുടെയും എല്ലാ മേഖലകൾ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എല്ലാവരുടെയും കൂടെയുള്ള ടീം വർക്കിൻ്റെ സമാപ്തിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം. എന്തൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ പ്രത്യേകതകളായിട്ട് എടുത്തു പറയാൻ കഴിയും? ഇതിൽ നമ്മളിപ്പം നിലവിലിപ്പം 410 വീടുകളാണെങ്കിലും നമ്മൾ തുടക്കത്തിലിപ്പോൾ 178 വീടുകളാണ് നമ്മളിപ്പം ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ച് കൊടുക്കുന്നത്. അപ്പം ഈ 178 വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള നിലവിൽ നമ്മളിപ്പം ഇലക്ട്രിക്കൽ സംവിധാനം നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് ഒരു 4ഓളം സബ്സ്റ്റേഷനുകൾ പല ലൊക്കേഷനുകളിലായിട്ട് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സബ്സ്റ്റേഷൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് അതിൻ്റെ ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചാർജ് ചെയ്ത് കഴിഞ്ഞു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെയും അതേപോലെ തന്നെ KSEBയുടെ ഒക്കെ അപ്രൂവലൊക്കെ കിട്ടി. 50ഓളം വീടുകൾ നമ്മൾ പെർമനൻ്റലി ചാർജ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പറഞ്ഞ രീതിയിൽ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ആ 178 വീടുകൾ കൃത്യമായിട്ട് ബെനിഫിഷ്യറീസിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പോലെ ഇവിടെ ഓവർ ഹെഡ് ലൈൻസ് ഒന്നുമില്ല. നമ്മളിത് പൂർണ്ണമായിട്ടും അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റീസാണ്. കംപ്ലീറ്റ് എല്ലാം ഭൂഗർഭ കേബിളുകളോടെയാണ് കൊടുത്തിരിക്കുന്നത്. അത് കാരണം ഇതിൻ്റെ മെയിൻ്റനൻസ് കുറയും. ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അവർക്ക് യാതൊരു ഇൻട്രപ്ഷനും കൂടാതെ തടസ്സരഹിതമായിട്ടുള്ള പവർ കിട്ടും. ബാക്കി സോളാറിൻ്റെ കാര്യങ്ങളൊക്കെ നിലവിൽ നിങ്ങൾ ഇപ്പോൾ ടെറസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് സിയാലിൻ്റെ ഒരു പിന്നെ CSR ഫണ്ടിലാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ സംബന്ധിച്ചിട്ട് കറണ്ട് ചാർജ് ഉണ്ടാവില്ല. മിനിമം ഒരു ഫിക്സഡ് ചാർജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ രീതിയിൽ എല്ലാ രീതിയിലും ഈ ദുരന്തബാധിതരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയേറിയ സന്തോഷമുണ്ട്. ഈ മാറുന്ന ഊർജ്ജ സങ്കല്പങ്ങളുടെയൊക്കെ ഒരു ആദ്യത്തെ ഉദാഹരണം ഇവിടെ ഒന്ന് പറയാൻ പറ്റൂലേ? ഒന്ന് പൊതുവെ ഒരു ഗ്രീൻ കൺസെപ്റ്റ് മൊത്തത്തിൽ വരികയാണ്. നമ്മളിപ്പോൾ സോളാർ പ്ലാന്റ് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലമായൊരു 2 കിലോവാട്ട് പ്ലാന്റ് വയ്ക്കുക എന്ന നിലയ്ക്ക് മാത്രമല്ല, ഇത് മറ്റൊരു രൂപത്തിൽ എങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു പ്രാദേശിക ഊർജ്ജ ഉൽപ്പാദനവും അതുപോലെ തന്നെ അത് വെച്ചുകൊണ്ട് ഒരു ടൗൺഷിപ്പിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് സാധ്യമാകും എന്നതിനെക്കുറിച്ചുള്ള ഒരു പരീക്ഷണം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടൊരു സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ബാറ്ററി സ്റ്റോറേജും കൂടി എങ്ങനെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വിവിധ തരത്തിൽ, അതായത് ബാറ്ററി സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബാറ്ററി സ്റ്റോറേജ് ഉണ്ടാവും, കമ്മ്യൂണിറ്റി സ്റ്റോറേജുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സ്റ്റോറേജ് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ഒരു ബ്ലെൻഡ് ഏത് രൂപത്തിലാവണം. മാത്രമല്ല ഇത്തരത്തിൽ ഒരു വീട്ടിൽ ഉണ്ടാകുന്ന എനർജി കുറച്ച് സർപ്ലസ് വരുന്നു, മറ്റൊരു വീട്ടിൽ കൂടുതൽ എനർജി യൂസ് ചെയ്യേണ്ടി വന്നാൽ അവിടെ എങ്ങനെയാണ് പിയർ ടു പിയർ ഈ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുക തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ. അതായത് ഒരു കമ്മ്യൂണിറ്റിയിൽ കൃത്യമായി കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് എനർജി മാനേജ്മെൻറ്റ് എങ്ങനെയാണ് സാധ്യമാകുക എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു പരീക്ഷണം ഇതിൻ്റെ ഭാഗമായി തന്നെ നടത്താൻ കഴിയണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതിപ്പോൾ ഈ പ്രോജക്റ്റ് ഇപ്പം ഒരാളെങ്കിലും കൺസ്ട്രക്ട് ചെയ്ത് കൈമാറുക മാത്രമല്ല, ഒരു 4-5 വർഷം കയ്യിൽ ഈ സാധനത്തിനെ എന്താ പറയുക ഹോൾഡ് ചെയ്ത് കൊണ്ടുപോവുകയും കൂടി ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇതിനകത്ത് വരുന്ന ഓണേഴ്സ് ഇത് മൊത്തം മാനേജ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് അവരെ കൂടി എക്വിപ്പ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് എനർജീൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ ഇതിനകത്ത് വരുന്ന മെയിൻ്റനൻസ് ആയാലും ഇതിൻ്റെ അഡീഷണലായി വരുന്ന ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മെയിൻ്റനൻസ് ആയാലും അതിൽ നിന്നും കിട്ടാൻ സാധ്യതയുള്ള വരുമാനങ്ങളായാലും ഇതൊക്കെ കൂടി ചേർത്ത് എങ്ങനെയാണ് ഇത്തരമൊരു ടൗൺഷിപ്പ് ഒരു സെൽഫ് സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു
എന്താ പറയുക യൂണിറ്റായിട്ട് മാറ്റാൻ കഴിയുക, അതിനെക്കുറിച്ചുള്ളൊരു പരീക്ഷണം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നടക്കേണ്ടതുണ്ട്. ശരിക്കും സോളാർ പ്ലാന്റുകൾ, ചെറിയ പ്ലാന്റുകളൊക്കെ വീടുകൾക്ക് മുകളിൽ പലരും കണ്ടിട്ടുണ്ട് സ്ഥാപിച്ചിട്ട്. അതിന്ന് KSEB വൈദ്യുതി വാങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ട് അപ്പോൾ ഇവിടെ വെച്ച് ഈ പ്ലാന്റുകളിൽ നിന്നുള്ള വൈദ്യുതി KSEB വാങ്ങുമ്പോൾ ഇവർക്കത് ബെനിഫിറ്റ് ആവുന്ന സാഹചര്യമല്ലേ? ഇതിനകത്ത് ഇപ്പം നമ്മളിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്ന 2 കിലോവാട്ട് വെച്ചിട്ടേ വെക്കുന്നുള്ളൂ. അതായത് ഇവിടുത്തെ ഒരു ആവശ്യത്തിന് അപ്പുറത്തേക്കുള്ള ഒരു വൈദ്യുതി ഇതിനകത്ത് നിലവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ പ്ലാന്റുകൾ വെച്ച് നമുക്ക് KSEBക്കും കൂടി കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റാൻ കഴിയും. ഇതിപ്പം തുടക്കത്തിൽ 2 കിലോവാട്ടിൻ്റെ പ്ലാന്റ് CSR ഫണ്ടിലാണ് ചെയ്തിട്ടുള്ളത്. ഈവൻ ഇവിടെ ഇപ്പം ഓണേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അഡീഷണൽ പ്ലാന്റുകളും കൂടി വെച്ച് അവർക്ക് ഇതിനകത്തുനിന്നൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞത് കേവലമായി ഒരു സോളാർ പ്ലാന്റ് മാത്രമല്ല, ഇതിനകത്ത് ബാക്കിയുള്ള നമ്മുടെ STP അടക്കമുള്ള വിവിധ തരം ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ആക്ടിവിറ്റീസിനെ മുഴുവൻ എനർജി എഫിഷ്യൻ്റായി ചെയ്യുക എന്ന് പറയുന്നതും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് കാണുന്നുണ്ട്. അല്ലാതെ കേവലം ഒരു സോളാർ പ്ലാന്റ് വെച്ച് പോവുക, അതല്ലെങ്കിൽ ഒരു സംവിധാനം ഉണ്ടാക്കി പോകലല്ല. ഈ പ്രോജക്റ്റ് പൂർണ്ണമായി ഗ്രീൻ ബിൽഡിംഗ് കോഡിന് അനുസൃതമായി ഉണ്ടാക്കുകയും അതിൽ രജിസ്റ്റർ ചെയ്ത് അതിന് സർട്ടിഫിക്കേഷൻ വാങ്ങിയെടുക്കുക. ഈ ടൗൺഷിപ്പിനൊരു ഗ്രീൻ ബിൽഡിംഗ് കോഡ് സർട്ടിഫിക്കേഷനിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് കാണുമ്പോൾ ഇത് ഒരു ഇൻ്റർനാഷണലി അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാക്കി മാറ്റാൻ കഴിയണം. ഭാവിയിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഒരു മോഡൽ, അത് എനർജിയുടെ രംഗത്തായാലും കൺസ്ട്രക്ഷൻസിൻ്റെ രംഗത്തായാലും ഒക്കെ തന്നെ ഒരു മോഡൽ എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു പരിശോധനയുണ്ട്. എന്നാൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് പരിമിതിയുണ്ട്. കാരണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇപ്പം നമ്മളിപ്പം വയനാട്ടിലൊരു എന്താ പറയുക ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ പലരും പരിഗണിക്കാറേ ഇല്ല. ഇപ്പോൾ താഴേക്ക് ഉള്ള ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനൊരു വീടുണ്ടാക്കിയെടുക്കാൻ ഇത്ര സമയം വേണമെന്നൊക്കെ ചോദിക്കും. ഇവിടെ നമ്മൾ കാണേണ്ടത് 365 ദിവസത്തിൽ 300 ദിവസവും മഴ പെയ്യുന്നൊരു പ്രദേശമാണ് ഇവിടെ. ഇപ്പം ഈ പരിപാടി നടക്കുന്നിടയ്ക്ക് ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ഇവിടെ മഴയായിരുന്നു. അപ്പം അതിനിടയ്ക്കാണ് ഈ പണി നടക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റേതായ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യുമുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നിശ്ചയിച്ച കാര്യങ്ങൾ നിശ്ചയിച്ച രൂപത്തിൽ ചെയ്തു പോകുക എന്ന ഒരു ധാരണയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഏതൊരു പ്രകൃതിക്ഷോഭത്തെ നേരിടാൻ തക്കവണ്ണമുള്ള നിർമ്മിതിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? അതെ അതെ, ഇത് ULCCSൻ്റെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം. നമ്മുടെ ഒരു നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനസ്സിലാവും, ഇതൊരു മാഡം പറഞ്ഞ പോലെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മളിത് ഒരു അത്ഭുതമാണ് ഇവിടെ ഇതിൻ്റെ ബെനിഫിഷ്യറീസിന് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഈ അത്ഭുതം ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ഗ്രീനായിട്ട് തന്നെ ഇതിനെ കൊണ്ടു നടന്ന് ഇതിനൊരു സോഷ്യലായിട്ടൊരു കമ്മിറ്റ്മെൻറ്റും കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ഈ കമ്മിറ്റ്മെൻറ്റ് ഇവിടെയുള്ള ബെനിഫിഷ്യറീസും കൂടെ ഏറ്റെടുത്ത് ഇതിനെ കൊണ്ടു നടക്കുന്നതിലാണ് ഇതിൻ്റെ ഒരു ലൈഫ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിനു വേണ്ടിയുള്ള സഹായം കൂടി ഇനി നമ്മൾ മുന്നോട്ട് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ചുരുക്ക വാക്കുകൾ, എന്തുകൊണ്ട് ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണെന്ന് പറയാം? ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കേരളത്തിൽ എവിടെയും ഇതുപോലൊരു കൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ULCCS ഇതൊരു EPC മോഡലിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഇതിൻ്റെ ലാൻഡ് എടുത്ത് അതിൻ്റെ ജിയോഗ്രഫിക്കൽ സർവേ മുതൽ ഹൈഡ്രോളജിക്കൽ സർവേ മുതൽ ഇതിൻ്റെ എല്ലാ സ്റ്റാറ്റസും അവിടെ നിന്ന് തുടങ്ങി ഇതിന് എങ്ങനെ ഒരാൾക്ക് ജീവിതശൈലിയിലേക്ക് ഇതിനെ കൊണ്ടുവരാം, ഇവരൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോടുകൂടി അരുൺ സാറൊക്കെ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളൊരു കൺസെപ്റ്റ് കൂടെ ഇതിൻ്റെ കൂടെ കൊണ്ടുവന്ന് ഇവരിനി എങ്ങനെ ഇതിൽ നിന്ന് താമസിപ്പിച്ച് ഇതൊരു അടുത്തൊരു ജീവിതമാർഗ്ഗമായിട്ട് ഇവരെങ്ങനെ കൊണ്ടുപോകാമെന്നുള്ളതും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് അതിൻ്റെ 2ാം ഘട്ടമാണ്. 2ാം ഘട്ടത്തിലാണ് ഇതിനുള്ള ജീവിതമാർഗ്ഗങ്ങളും ഇതിനുള്ള ഫെസിലിറ്റീസും കമ്മ്യൂണിറ്റി സെൻറ്ററുകളും അംഗനവാടികളും സ്കൂളുകളും ഒക്കെ വരും. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി ഇവർക്ക് ഇവിടെ തന്നെ നിന്ന് ഇതൊരു കമ്മ്യൂണിറ്റി ലിവിങ്ങിലേക്ക് മാറ്റി ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഇവർക്ക് എങ്ങനെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഇവർക്കൊക്കെ ഇനി ഒരു ആഗ്രഹങ്ങൾ വേണം. നമ്മളൊരു ആഗ്രഹങ്ങളിലാണല്ലോ മുന്നോട്ട് ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു സൗകര്യം കൂടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ കൺസെപ്റ്റ്. അവസാനമായിട്ട് ഇനി എന്നാണ് ഇതിൻ്റെ ഒരു പൂർത്തീകരണം, എത്ര ടൈം ബൗണ്ട് വെച്ചായിരിക്കും? നമ്മുടെ ആക്ച്വലി ഇതിൻ്റെ ടൈം ഏപ്രിൽ അവസാനിക്കുകയാണ്. പിന്നെ ഏപ്രിലിനകം നമുക്ക് ഭയങ്കര ചലഞ്ചിങ് ആണ്. ഇനി ബാലൻസ് 178 വീടേ ആയിട്ടുള്ളൂ. ബാക്കി 410 വീട്ടിലോട്ട് എത്തണമെങ്കിൽ പിന്നെ കാലാവസ്ഥയും കൂടെ അതിനുശേഷം മഴ തുടങ്ങും. എന്നാലും നമ്മളെ ULCCയുടെ ഫുൾ എഫേർട്ട് എടുത്തിട്ട് നമ്മളിത് മാക്സിമം എത്രയും വേഗം തീർക്കാനായിട്ട് ഇപ്പോൾ ഇപ്പോഴൊരു ടൈം പറയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ആക്ച്വൽ ടൈം ഏപ്രിൽ അവസാനിക്കും. എന്നിരുന്നാലും ഫുൾ എഫേർട്ടും എല്ലാ നമ്മുടെ സൊസൈറ്റിയുടെ മൊത്തം എഫേർട്ട് എടുത്തിട്ട് നമ്മളത് എത്രയും വേഗം 410 നമ്മുടെ ഇതിൽ എഗ്രിമെൻ്റ് അനുസരിച്ച് തീർക്കാനായിട്ടുള്ള ശ്രമം.
എന്തുകൊണ്ട് ഈ ഒരു ടൗൺഷിപ്പ് മാതൃക ആകുന്നു, എങ്ങനെ ഫ്യൂച്ചറിസ്റ്റിക് ആവുന്നു എന്നതിൻ്റെ വിശദമായ കാര്യങ്ങളും കാരണങ്ങളുമാണ് ഊരാളുങ്കൽ സൊസൈറ്റി വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ മാറുന്ന മലയാളിയുടെ കാഴ്ചപ്പാടുകളുടെ കൂടി ഒരു അടയാളമാവുകയാണ് ഈ മേപ്പാടിയിലെ ദുരിതബാധിതർക്കായിട്ടുള്ള ഈ ഒരു ടൗൺഷിപ്പ്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.